ഹലോ മുത്തുമണികളെ, എന്തൊക്കെ പഠിച്ചില്ല. നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ ഒറ്റക്കൊമ്പൻ ഇങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 ദിവസത്തിന് മുകളിലായിട്ട് ഇങ്ങനെ ഷൂട്ട് നല്ല തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സെയിം കഥയായിരുന്നു നമ്മുടെ ഷാജി കൈലാസിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ പൃഥ്വിരാജ് അഭിനയിച്ച കടുവ റിലീസായതാണ്. സത്യം പറഞ്ഞ കടുവയുടെ റിലീസിന് മുമ്പേ പ്ലാൻ ചെയ്ത പടമാണ് നമ്മുടെ ഈ ഒറ്റക്കൊമ്പൻ. അത് അന്ന് ഈ ഒരു പേരിലല്ല ഉണ്ടായെന്ന്, പക്ഷെ അത് അന്ന് നിർമ്മിക്കാന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ ടോമിച്ചൻ മുളക് പടം. അദ്ദേഹം ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ഗോപാലനാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പം എന്താ പറയുന്നത് വെച്ചാൽ, ഈ സിനിമ ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് ആക്ഷൻ ഒരു എല്ലാം മിക്സ് ചെയ്ത ഒരു അടിപൊളി പടമാവുന്നുള്ളൂ. കാരണം കുറച്ചായിട്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ്റെ പടങ്ങളൊക്കെ ഒരു വലിയൊരു പ്രേക്ഷക പ്രശംസ കിട്ടാത്ത പടങ്ങളാണ്. പക്ഷെ ഈ ഒരു സിനിമക്ക് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് കിടുമ്പോൾ തന്നെ നമ്മൾ കമൻസിലൊക്കെ കാണാം. കാരണം എല്ലാവരും ഒറ്റക്കൊമ്പൻ ഇങ്ങനെ കമന്റ് ഇടും. കാരണം ഈ സിനിമക്ക് അത്രയേറെ പ്രതീക്ഷ. നമുക്കറിയാം, പണ്ട് വാഴുന്നോറ് ലേലൊക്കെ ചെയ്ത സുരേഷ് ഏട്ടൻ ഒരു അച്ചായൻ കഥാപാത്രമായിട്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇതൊരു വേറെ ഒരു മാസ് രീതിയിലും, അതും ഒരു ജീവിച്ചിരിപ്പുള്ള ഒരാളുടെ ഒരു കഥയും കൂടി ആകുമ്പോൾ വേറെ സംഭവമല്ലേ. പ്രത്യേകിച്ച് ഏരിയയൊക്കെ കോട്ടയം ഏരിയയിലുള്ള ഒരു നസ്രാണി ഇവരുടെ ഒരു ക്യാരക്ടറും കൂടിയാണ്. അപ്പം എന്തായാലും പുള്ളി പൊളിക്കുന്നതിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത് ഒരു നല്ല അടിപൊളി ആക്ഷൻ പടം കൂടിയാവും, അതിലൊരു സംശയം വേണ്ട. പിന്നെ ഇതിൻ്റെ ഞാൻ പറയാൻ എന്താ വെച്ചാൽ, ഇതിൽ നമ്മുടെ ഈ കടുവാക്കുന്നൽ കുറുവച്ചൻ എന്ന ക്യാരക്ടറാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ ചെയ്യുന്നത്. പക്ഷെ ഈ കടുവാക്കുന്നൽ കുറുവച്ചന് ഒരു അപ്പനുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ കഥാപാത്രമായിട്ട് കടുവാക്കുന്നേൽ കോരത് മാപ്പിള. അദ്ദേഹം ഇതിനേക്കാൾ അപ്പുറം ഒരു എന്താ പറയുക, എല്ലാം മാടി തിമിർത്ത ഒരാളാണ്. ഒരു മാസ് ക്യാരക്ടറിനുള്ള എല്ലാ സംഭവമുള്ള ഒരു ക്യാരക്ടറാണ് കടുവാക്കുന്നേൽ കോരത് മാപ്പിള എന്നുള്ള ഈ വ്യക്തി. ഇദ്ദേഹം തന്നെ കോട്ടയത്തൊക്കെ ഒരു പണ്ട് ഒന്ന് അടക്കി ഭരിച്ചിരുന്ന ഒരാളാണ്. ഈ ഒരു ക്യാരക്ടർ കൂടി ഈ സിനിമയിൽ ആഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്നല്ല, ഇതിലുണ്ട്. പക്ഷെ ഒരു സംശയം ആരാകും എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട്. കാരണം സുരേഷ് ഗോപി പറയുന്നത് എന്താ വെച്ചാൽ, ഇതിൽ ഈ ക്യാരക്ടർ, അതായത് കടുവാക്കുന്നൽ കോരത് മാപ്പിള എന്ന ക്യാരക്ടർ മമ്മൂക്ക ചെയ്താൽ അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പുള്ളി പറയാൻ. അങ്ങനെയുള്ളൊരു മാസിരിത, പ്രത്യേകിച്ച് ഈ കോട്ടയം അച്ചായൻ കഥാപാത്രമൊക്കെ മമ്മൂക്ക ചെയ്താൽ വേറെ ലെവലും. ഒരുപാട് കഥാപാത്രങ്ങൾ, പോത്തം വാവ, നസ്രാണി, കോട്ടയം കുഞ്ഞച്ചൻ, അങ്ങനെ ഒരുപാട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ കഥാപാത്രം മലയാളത്തിൽ അഭിനയിച്ച നടൻ മമ്മൂക്ക ആവാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു പ്രത്യേക ശൈലി, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഈ രീതി ഇവിടൊക്കെ ഉള്ള ഈ അച്ഛന്മാരെ ക്യാരക്ടർ പുള്ളി പെട്ടെന്ന് ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കും, ഒരു വേറെ രീതിയിൽ ചെയ്യും. ഇതൊരു മാസം കൂടി അമ്മ പറയും വേണ്ട, വേറെ സംഭവം. അപ്പോൾ സുരേഷ് ഏട്ടന് ആഗ്രഹം ഇത് മമ്മൂക്ക ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ക്യാരക്ടർ, അതായത് കടുവാക്കുന്നതിൽ കോരത് മാപ്പിള എന്ന ഒരു ക്യാരക്ടർ ഇതിൽ വരുന്നുണ്ട്, അത് മമ്മൂക്ക ചെയ്താൽ അടിപൊളിയാകും. പക്ഷെ ഇതിൽ ഇവര് സജസ്റ്റ് ചെയ്യുന്നത് മമ്മൂക്കയും ലാലേട്ടനുമാണ്. ഈ രണ്ട് സ്റ്റാർസിനെയാണ് ഇതിൽ എന്താ പറയുക, ഇവര് ആ ഒരു ക്യാരക്ടറിലോട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആര് വരുന്നുള്ളതാണ് നമുക്ക് ഡൗട്ട്. കാരണം ഒരു കറക്റ്റ് കൺഫർമേഷൻ വന്നിട്ടില്ല. ഇതിലിങ്ങനെ ക്യാരക്ടർ ഉണ്ട്. ഒന്നാമത് അറിയാം നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ, ഇവർ രണ്ടും ഒരുപാട് ചിത്രങ്ങൾ ഇപ്പോൾ ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. മമ്മൂക്ക ഇപ്പോൾ ചത്താപ്പച്ചയിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബബ്ബയിൽ നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നു. പിന്നെയും വേറെ 2-3 മൂവീസൊക്കെ വരുന്നുണ്ട്, ഇവരൊക്കെ ഗസ്റ്റ് റോൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ പറഞ്ഞാൽ ഒന്നും കൂടി മാസ് രീതിയിലുള്ള ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ മലയാളത്തിൽ മമ്മൂക്ക, ലാലേട്ടനേ ഉള്ളൂ. പക്ഷേ ഇതിൽ മമ്മൂക്കയാണ് സുരേഷ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഗതിയിൽ ആരാകും എന്നുള്ളതിൽ നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ. ഇപ്പോഴും ഇതിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കണം, കഴിഞ്ഞിട്ടില്ല. ഏകദേശം 100-110 ദിവസത്തിന് മുകളിലൊക്കെ ആയിരുന്നു. എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. കാരണം ഈ ഒരു അതായത് കടുവാക്കുന്നൽ കോരത് മാപ്പിള എന്ന ഒരു അച്ഛൻ നസ്രാണിയുടെ ക്യാരക്ടർ ചെയ്യാൻ മമ്മൂക്കയാണോ ലാലേട്ടനാണോ ബെറ്റർ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി അറിഞ്ഞാലുള്ളൂ എന്താണ് നമുക്കൊരു ഇത്. കാരണം നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ, ഈ ഒരു ക്യാരക്ടർ, ഇങ്ങനെയുള്ള ഒരു അച്ചായൻ ക്യാരക്ടർ. അതായത് നമുക്കറിയാം കടുവാക്കുന്നതിനെ കുറിച്ച് മാസ് സംഭവമാണ്. അതിനേക്കാൾ മുകളിൽ നിൽക്കണം എന്തായാലും കടുവാക്കുന്നതിന് കോരത് മാപ്പിള. ഇതിനേക്കാൾ മുകളിൽ നിൽക്കണമെങ്കിൽ എന്തായാലും മമ്മൂക്ക ലാലേട്ടൻ നടക്കുള്ളൂ. വേറെ ഒരാൾ ആ ഒരു രീതിയിൽ വന്നാൽ എന്തായാലും സെറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക, ആര് വന്നാൽ പൊളിക്കും, തിയേറ്ററിൽ തൂത്തുവാരും എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ.